എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു വെജിറ്റബിൾ കറിയാണ്. അത് നോർത്ത് ഇന്ത്യൻ ഒരു സബ്ജിയാണ്. ഇത് പനീറിൻ്റെ എന്താ പറയുക പുലാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മട്ടർ പനീറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ ഒരു 4 ടൊമാറ്റോ എടുത്തിട്ട് തക്കാളി എടുത്ത് അതിനെ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 കാശ്മീരി റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി ഉണ്ടല്ലോ, അതിനൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും അതിൻ്റെ പകുതി നമ്മൾ 4 ടൊമാറ്റോ എടുത്തെങ്കിൽ അതിൻ്റെ പകുതി 2 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എണ്ണയിലൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കിത് വേവിച്ചിട്ട് അതിനൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ തക്കാളി ഒന്ന് വേവാൻ പാകത്തിന് ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം വേണ്ട. നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട. ആ രീതിയിൽ വേണം അതിനെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ടൊമാറ്റോയും മുളകും ഇതാ ചൂടാറിയിട്ടുണ്ട്. അതിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതധികം വെള്ളമൊന്നുമില്ല കേട്ടോ, അതേ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലയിട്ട് 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എരിവനുസരിച്ച് ചേർത്തോളൂ. പിന്നെ കുറച്ച് മല്ലിയിലയുടെ തണ്ടാണ്, കുറച്ച് ഇലയും തണ്ടുമായിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഒണിയൻ വറുത്ത് വെച്ചല്ലോ, അതും കൂടി ഈ അരക്കണ മസാലയുടെ കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി വെള്ളം ഇല്ലാണ്ട് തന്നെ ഈ തക്കാളിയുടെ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളുണ്ടല്ലോ ആ അരച്ച മസാലേനെ ഓണിയൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, ഞാൻ വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് ഓണിയൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ആ എണ്ണയിലേക്ക് ആ അരച്ച മസാലേനെ ഇങ്ങനെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തെറിക്കി വിട്ടോ പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡക്കൺ വെച്ച് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഓയിലൊന്ന് സെപ്പറേറ്റ് ആയി അവിടെ വരെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനെ വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടിയും ഇതിനൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടിയുടെ നമ്മൾ ഓൾറെഡി ഇതിനകത്തേക്ക് കാശ്മീരി റെഡ് ചില്ലി ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എരിവുള്ള പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത്രയും തന്നെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞളുടെ പൊടി, പിന്നെ അതിനകത്ത് മസാലയായിട്ട് ചേർക്കുന്നത് ഞാൻ സബ്ജി മസാലയാണ്. അത് എവറസ്റ്റിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണ് സബ്ജി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബ്ജി മസാല എന്ന് പറഞ്ഞിട്ട് എവറസ്റ്റിൻ്റെ നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് അതിനകത്തേക്ക്. ഇപ്പോൾ ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ ഗരം മസാല തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിനെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ മസാല ശരിക്കും ആ ഓയിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഇതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു 10 to 12 മിനിറ്റ്സോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തേക്കണേ. കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇതായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഇതിങ്ങനെ കംപ്ലീറ്റ് ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കിടന്ന് വട്ടം കിറങ്ങണേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനിയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ മട്ടറും ഞാൻ ആദ്യം വേവിച്ച് വെച്ചു. മട്ടർ വേവിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് തന്നെ പനീറിനെ ഇട്ട് വെച്ചു. എന്നിട്ടൊന്ന് മൂടി വെച്ചു. അപ്പോൾ പനീറൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവിക്ക് ആവശ്യത്തിനായിട്ടുള്ള ചൂടുവെള്ളം 1 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാലയൊന്ന് ഇതാക്കി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പനീറും വട്ടാണ നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ പനീറിനെ ക്യൂബ്സാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പനീർ ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് തന്നെ ഒന്ന് വേവുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന്. ഞാൻ ഒരു 2 ടീസ്പൂൺ ഷുഗറും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചേക്കണോണ്ട് ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഗ്രേവിയിൽ തന്നെ ഇത് ഇറക്കി വയ്ക്കണം, അല്ലെങ്കിൽ ഇതിന് ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. കാഷ്യൂനട്ട് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് തിള വരണം. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരച്ചെടുത്തേക്കണേ. ഫ്രഷ് ക്രീമാണെങ്കിൽ അവസാനം ചൂടോടുകൂടി തന്നെ അവിടെ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ലാസ്റ്റായിട്ടിട്ട്
നമുക്കിതിനെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നല്ല ക്രീമി ആയിട്ടുള്ളൊരു വാട്ടർ പനീറാണ്. ഞാൻ ഇതിനു മുന്നേ ഇതിനെക്കാട്ടിൽ ഈസി ആയിട്ട് ചെയ്യണവരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വഴറ്റിയെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുമെങ്കിൽ കൂടി ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് പുലാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൂരി, ചപ്പാത്തി ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ നമുക്കിനിയും പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി.